ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? എൻ്റെ കുഞ്ഞാട്ടോ ബാക്കിൽ. ഞാനിതൊന്ന് വോയിസ് ചെയ്യട്ടടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് രണ്ടും ഒന്നല്ലേ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. ഇന്ന് നമുക്കൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മളിന്ന് നിൽക്കണില്ല. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മളെ മൈൻഡിനെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യിക്കാൻ എത്ര ആൾക്കാർക്ക് പറ്റും? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മെട്രോൻ്റെ അടുത്തുള്ള പാർക്കിലേക്കാട്ടോ. റാഷിദിയ പാർക്ക് നിങ്ങൾ വീഡിയോന് ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ആ ഒരു പാർക്കിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞാനും നമ്മളെ ബേബിയും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മെട്രോൻ്റെ എവിടെയാണ് ഞാൻ എത്തുക എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ബസ്സിലല്ല വന്നത്, നടന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വെച്ച് കുറച്ചൊന്ന് ദൂരം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി നമ്മൾ ഈ പാർക്കിലോട്ട് വരണം എന്ന് വിചാരിക്കണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർക്കും നമ്മളെ റൂമും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട്. നടന്നു വരാനോട്ട് വൈകിനും ബസ്സിൽ പോകാനുള്ള ധൈര്യമില്ല. അധികമായിട്ടില്ലല്ലോ ഇവിടെ ദുബായിക്ക് വന്നിട്ട്. ഞാനും എൻ്റെ കുട്ടിയും പാടെ ഒരു ചായ കുടിച്ചിട്ട് വരാം പുറത്ത് പോയിട്ട് എന്ന് വിചാരിച്ചിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. പിന്നെ ചുമ്മാ അത് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നപ്പോഴല്ലേ മനസ്സിലായത് മെട്രോ ഇവിടെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. കൂടാതെ മെട്രോൻ്റെ ബോർഡും കണ്ടു. അപ്പം പിന്നെ ഉറപ്പായി അധികമൊന്നും നടക്കാനില്ല എന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടന്നു. ആ നടത്തം ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സംഭവം നല്ല വെറുത്തായി. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ തീരെ തിരക്കില്ല. ഒരു 5:30-5:45 ആയിട്ടുണ്ടാവും. പക്ഷേ നേരം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും കേട്ടോ. സോറി, നേരം. എന്താ ആ കാണുന്ന മരത്തിൻ്റെ ചോട്ടിലിരിക്കാന്നാട്ടോ നമ്മൾ വിചാരിക്കുന്നത്. അവിടെ ആകുമ്പോൾ നല്ലൊരു എസ്തറ്റിക് ലുക്കല്ലേ. ഈ കാണുന്ന എല്ലാ സ്ഥലത്തും കുറച്ച് കഴിഞ്ഞ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കുട്ടികൾ ഫുട്ബോൾ കളിച്ചിട്ടും വലിയ വലിയ മനുഷ്യന്മാർ ബാഡ്മിൻ്റൺ അല്ല, ഷട്ടില്, ബാഡ്മിൻ്റനോ അത് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് ആ ഭാഗത്തേക്ക് ഞാൻ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പം അങ്ങനെയൊക്കെ ഗെയിം കളിക്കാനും പിന്നെ കുറച്ച് പേര് കളിക്കുന്നത് നോക്കിയിരിക്കാനും പിന്നെ പാട്ട് കേട്ട് മുഖത്ത് തുണി എന്തെങ്കിലും മൂടി സുഖമായി കിടക്കാനും ഒക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇതൊരു റിലാക്സേഷൻ സെൻ്ററാണ്.
നമ്മൾ കുറേ ആൾക്കാർ നാട്ടിലൊക്കെ ബീച്ചിൽ കടലിൻ്റെ തിരയെ നോക്കി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ അതേ ഇരുത്തം ഞാനിവിടെ കുറേ ആൾക്കാരിക്കണ് കണ്ടുക്കണം കേട്ടോ. അവർക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് അവർ വന്നിരിക്കുക എന്നുള്ള ആ ഒരു കാര്യം അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ പോലെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി ദുബായിൽ വന്ന് റൂമിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ദുബായിലുണ്ട്. ദുബായ് എന്നല്ല, നമ്മൾ പ്രത്യേകിച്ച് ജോലിയും കൂലിയുള്ള ഇല്ലാത്ത ആൾക്കാർ വീട്ടിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാതെ ഒരു സ്ട്രെസ്സോ എവിടെ നിന്നൊക്കെയോ വരും. എസ്പെഷ്യലി എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കാണെങ്കിൽ പറയും വേണ്ട. ന്യൂ മംസിനൊക്കെ, അതായത് പുതിയതായിട്ട് അമ്മമാരായ ആൾക്കാർക്കൊക്കെ ഇതൊന്ന് തരണം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നെ പോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഒഴിവും ഒന്നിനും കിട്ടില്ല. വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അത് ശരിക്കും വെറുതെ തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മളെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ ടൈം ഉണ്ടാവാത്ത ആൾക്കാരായിരുന്നു. പെട്ടെന്ന് നമ്മളെ കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഒന്നിനും സമയമില്ലാതാവും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ ചുമ്മാ രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോണ കാര്യം മാത്രമേ എന്നെ പോലുള്ള ആൾക്കാർ അറിയുണ്ടാവുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഉമ്മമാരെ ഏൽപ്പിക്കും. പക്ഷെ നമ്മളൊരു ഉമ്മയാകുമ്പോൾ ആകെ അന്തം വിടും. ഭയങ്കര ലേസി ഗേളായിരുന്ന ആൾക്കാരിൽ നിന്നും പെട്ടെന്നൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മദർ ആവുക എന്ന് പറയുന്ന ആ ഒരു ചേഞ്ച്, അത് ശരിക്കും ഒരു ഹെക്റ്റിക് തന്നെയല്ലേ. നമ്മുടെ ലൈഫും നമ്മളെ ബേബീൻ്റെ ലൈഫും ഈക്വലായിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മദേഴ്സിന്, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉമ്മമാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കങ്ങനെ അതൊരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കാര്യവും കൂടെ അവരുടെ കാര്യവും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലേ ഉള്ളൂ ഈ ഒരു മദറിങ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ഒരുപാട് ഇടങ്ങേറായ സമയമാണ്, ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച സമയമാണ്, ഞാൻ ഒരുപാട് സ്ട്രെസ് എടുത്ത സമയമാണ് എന്നൊക്കെ. പക്ഷെ ആക്ച്വലി ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ 3 മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാനോ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. ആക്ച്വലി നമ്മളെ കാര്യത്തിന് ഒരു പ്രിഫറൻസും കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രീ ആവാം എന്ന് വിചാരിക്കുന്ന ഒരു സമയം എന്നോട് ചോദിച്ചാൽ അങ്ങനൊരു സമയമില്ല. എല്ലാ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അത് നമ്മൾ തന്നെ മാറ്റി വെക്കണം. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ പുതുതായിട്ട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കുറച്ച് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അവർ ചിലപ്പോൾ ലൈഫ് ലോങ് നമ്മളെ കൂടെ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു റിലാക്സേഷന് നമ്മളെ കൂടെ അവരുണ്ടാവും. എനിക്ക് ഇവിടുന്ന് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ 5 മാസം പ്രായമുള്ള കുട്ടീനായിട്ട് വന്നിട്ട് ഏകദേശം 1 മാസം ആവാനായിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് വർക്ക് ഉള്ളതുകൊണ്ട് ആളും കുട്ടിയും റൂമിൽ ഒറ്റയ്ക്കാണ്. നാട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ, ഒരു വലിയ ഫാമിലിക്കിടയിൽ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്നൊരു സൈലൻസ് ഒന്നും ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അന്വേഷിച്ചിട്ടായിരുന്നു ആള് നടന്നിരുന്നതെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായി ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ഒറ്റപ്പെടൽ നമുക്ക് ഫീലാവും. ആള് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതും ഞാനും അതിൻ്റെ ഇരട്ടിയാണ്. അങ്ങനെ നമ്മൾ പരസ്പരം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷേ സങ്കടം എന്തെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് കുറച്ച് നാളുകൾക്ക് ശേഷം അധികമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ആൾക്കും അത് പറഞ്ഞപ്പോൾ വളരെ വിഷമമായി. പക്ഷേ നമുക്ക് ഇങ്ങനെ നമ്മളെപ്പോലെ ആ ഒരു കൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇനിയും ഈ പാർക്കിൽ വരും എന്ന് ഞാൻ പറഞ്ഞ് ആളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഇങ്ങനൊരു അടിപൊളി പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി എന്നൊന്നും പറയാനുണ്ടെങ്കിലും അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു ചെറിയ രീതിയിലൊക്കെ ഇവിടെ അവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് നമ്മളെ പോലെ റിലാക്സേഷൻ അങ്ങനെ ഒരു മൈൻഡൊന്നും അല്ലല്ലോ. അവർക്ക് പാർക്കിൽ വന്നാൽ കളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അവരിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്നു. ആ പുകയൊക്കെ പോകുന്ന കണ്ടില്ലേ, അതൊക്കെ അവിടെ ഇരുന്ന ആളുകൾ ഗ്രില്ല് ചെയ്യാണ്. അവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിലകൊള്ളണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളും കൂടി ഹാപ്പി ആയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അവരെയും കൂടി ഹാപ്പി ആക്കാൻ പറ്റൂ. അത് നമ്മളെ മക്കളാണെങ്കിൽ മാത്രമല്ല, നമ്മളെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മളൊരു സന്തോഷമായിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് 100% അവരെയും നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ പലരും പറയുമായിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനമാണെന്ന്. പക്ഷെ ഞാൻ അതിനെതിരാട്ടോ. നമ്മൾ ഒരുപാട് സന്മനസ്സ് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും സമാധാനം കിട്ടില്ല. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.